എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി, ഞാൻ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് സാറുമാണ്. അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ക്യാപ്സ് എക്സാം, PEBC, ഓപ്ര, PT ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ റീസെന്റ് ജൂലൈ ബാച്ചിന്റെ എക്സാം റിസൾട്ടിൽ 95% പാസിംഗ് റേറ്റ് ഉണ്ട് എലൈറ്റ് എക്സ്പെർട്ടൈസിന്. നമ്മുടെ കൂടെ ഉള്ളത് ലിവിതയാണ്. ലിവിത കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ ക്യാപ്സ് എക്സാം ക്വാളിഫൈ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഹായ് ലിവിത, കൺഗ്രാറ്റുലേഷൻസ്. ഹായ് റിലി, താങ്ക് യു. എങ്ങനെ, എന്ത് തോന്നുന്നു റിസൾട്ട് വന്നതിന് ശേഷം? സന്തോഷം, വളരെ സന്തോഷം തോന്നുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നേ. ലിവിതയെ കുറിച്ചൊന്ന് പറയാവോ? ലിവിതയുടെ ബാക്ക്ഗ്രൗണ്ട്, എവിടെയാ പഠിച്ചത്, ഗ്രാജുവേഷൻ ഒക്കെ എപ്പോഴായിരുന്നു എന്നൊക്കെ? ഓക്കെ, ഞാൻ 2006 ബാച്ചാണ് ഫസ്റ്റ് DPharm പാസ് ഔട്ട് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ബാച്ചിലർ എടുത്തു. ഞാൻ അത് ഇപ്പോൾ ബാച്ചിലർ എടുത്തിട്ട് ഒരു 9 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ് ഫാർമസിസ്റ്റ് ആയിട്ട്. എനിക്കൊരു കുട്ടിയുണ്ട്, വർക്കിംഗ് ആണ്. ഇത്ര തന്നെ. ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ആക്ച്വലി നമ്മളിപ്പോ ദുബായിലാണെങ്കിൽ തന്നെ ആയാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പോ എത്ര ഹൈ പൊസിഷനിൽ എത്തിയാലും നമ്മളൊരു ലിമിറ്റ് ഉണ്ട്. ബട്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ആകുമ്പോൾ ക്യാപ്സ് ആക്ച്വലി നമ്മൾ ഭാവിയിലേക്ക് അതൊരു ഗുഡ് ഓപ്ഷൻ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ക്യാപ്സ് ചൂസ് ചെയ്തത്. എത്ര മന്ത് ക്യാപ്സ് പ്രിപ്പറേഷൻ ചെയ്തു? ജസ്റ്റ് ഓൺലി 1 month. 1 month ഓൺലി 1 month, ജസ്റ്റ് ഓൺലി 1 month. 1 month കൊണ്ട് എങ്ങനെ കുട്ടിയെ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തു? ഒരു ബേബി ഉണ്ടെന്നല്ലേ പറഞ്ഞു? അപ്പൊ ഉണ്ട്, ഒരു സ്കൂൾ ഗോയിങ് ബോയ് ഉണ്ട് എനിക്ക്. എല്ലാം കൂടി പറഞ്ഞ ജസ്റ്റ് ബിക്കോസ് ഓഫ് ആരിഫ് സാർ ആൻഡ് ഹാരിക മാം. അത് ഞാൻ ഒരു എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറായിട്ടുള്ള കാര്യമാണ്. അവർ കൊണ്ട് മാത്രം പാസ്സായ ഒരാൾ ഞാൻ. അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ പാസ്സാവുന്ന വിചാരിച്ചിട്ടല്ല ഈ കോഴ്സിന് ജോയിൻ ചെയ്തതും ഒന്നും. ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ LI ടീമിൽ അവർ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു നവംബർ ബാച്ചിന് വേണ്ടിയാണോ ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് മടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ ജൂലൈ ബാച്ചിന് വേണ്ടിയാണ് ജോയിൻ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 75% പോർഷൻസ് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോ. ബട്ട് ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ മാമിനോട് ചോദിച്ചു, മാം ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ ജോയിനിങ് ആണ്. അപ്പൊ മാമും എന്നോട് ചോദിച്ചു നവംബർ ബാച്ചിനാണോ? എന്നാൽ ടെൻഷൻ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ജൂലൈ ബാച്ചിനാണ്. അപ്പോഴും മാം പറഞ്ഞു ടെൻഷൻ വേണ്ട ലിവിത, യു വിൽ പാസ്. അതാണ് മാമിന്റെ ഫസ്റ്റ് വേർഡ് ഉണ്ടായിരുന്നു, യു വിൽ പാസ്, ഷുവർ യു വിൽ പാസ് എന്ന് മാം എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ബേസിക്കലി ഞാൻ വിചാരിച്ചു മാം എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും, പക്ഷെ ഐ വാസ് ഹാപ്പി ഫോർ ദാറ്റ് ടൈമില്. പിന്നെ മാമിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ മാം പറഞ്ഞു ക്ലാസ്സുകൾ. അപ്പൊ ഞാൻ ഫസ്റ്റ് മാമിനോട് ചോദിച്ചു ക്ലാസ്സുകൾ ഓർഡർ ആയിട്ട് കേൾക്കണോ അല്ലെങ്കിൽ അങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു മാമിനോട്. അപ്പൊ മാം പറഞ്ഞു ഓർഡർ ആയിട്ട് കേൾക്കുന്നതാണ് നല്ലത്. ലിബിത മാക്സിമം 1 വീക്ക് കൊണ്ട് മാക്സിമം പഠിക്കൂ. 1 വീക്ക് കൊണ്ട് ക്ലാസ്സുകളെല്ലാം മാക്സിമം 1 ടൈമെങ്കിലും മിനിമം കേട്ടിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ സെയിം മാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1 വീക്ക് കൊണ്ട് മാക്സിമം ഈ 75% ക്ലാസ് ഞാൻ 1 ടൈം കേട്ടു. പിന്നെ നെക്സ്റ്റ് ടൈം തുടങ്ങി ഞാൻ മാമിന്റെ ക്ലാസ്സസ് ജോയിൻ ചെയ്തു. അത് ശരിയായിരുന്നു മാം പറഞ്ഞത്. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങേ മുതൽ മാം കൺസെപ്റ്റ് ബേസിസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ജസ്റ്റ് വെറുതെ ഒരു എന്തൊക്കെയോ പഠിച്ചു പോകുന്നു. പക്ഷെ മാം പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള ക്ലാസ്സുകൾ ഫുൾ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. അതുപോലെയാണ് മാം പഠിപ്പിച്ചത്. അതുപോലെ കേട്ടു. പിന്നെ മാമും സാറും പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു. അതുകൊണ്ട് മാത്രം പാസ്സായ ഒരാളാണ് ഞാൻ. മാം ഇപ്പം വെറുതെ പറഞ്ഞല്ലാന്ന് മനസ്സിലായില്ലേ പാസ്സാവുമെന്ന് പറഞ്ഞത്? മാം പാസ്സാവുന്ന വെറുതെ കറക്റ്റ് ആയിരുന്നു. കാരണം മാം പറഞ്ഞത് എന്നോട് അങ്ങനെയാണ്, എന്താ ചെയ്യണ്ടേ ജസ്റ്റ് ക്ലാസ്. ഞാൻ അപ്പൊ ശരിക്കും വിചാരിച്ചു ഈ മാം എന്താ ഇങ്ങനെ പറയുന്നത്, ഫാർമക്കോഡൈനാമിക്സ് ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഫാർമക്കോഡൈനാമിക്സ് സ്റ്റാർട്ടിങ് തുടക്കം തുടങ്ങി എന്തിനാ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ മനസ്സിൽ ഫീൽ ചെയ്തു. കാരണം നമുക്കറിയാലോ ഇത്രയധികം ക്ലാസ് കേൾക്കാനുണ്ട്, ആകെ 1 month ടൈം ഉള്ളൂ, ഞാൻ എങ്ങനെ പഠിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു ഓക്കെ എന്നാ പിന്നെ ചോദിച്ചപ്പോ വേണ്ട മാം പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ് കേട്ട് നോക്കാം. പക്ഷെ ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് തുടങ്ങിയ ഉറപ്പായിട്ട് എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഫസ്റ്റ് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസവും. പിന്നെ പഠിച്ചു നന്നായിട്ട്, അത് ഉള്ള കാര്യമാണ്. മാം പറഞ്ഞ പോലെ തന്നെ ഫുൾ നന്നായി പഠിച്ചിട്ടുണ്ട് ഞാൻ ബേസിക്കലി. ലിവിതയുടെ ഒരു സ്ട്രാറ്റജി എന്താണ് ക്യാപ്സ് എക്സാമിന്റെ പ്രിപ്പറേഷന്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ടോ? സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഞാനൊരു ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ മാം ഫസ്റ്റ് ഡേ മാമിന്റെ അന്നാണ് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആണ് ഞാൻ ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്.
പക്ഷെ അതിനു മുമ്പ് ഞാൻ കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ചിരുന്നു. ആൾക്കാർ എനിക്ക് വലിയ വലിയ ബുക്സ് ഒക്കെ തന്നിരുന്നു. അപ്പോഴേ എനിക്ക് വലിയ എല്ലാ ആത്മവിശ്വാസം പോയിണ്ടായിരുന്നു. ഞാൻ ഇനി എഴുതണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. നവംബറിലേക്ക് പോയാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. കാരണം വലിയ വലിയ ബുക്സ്, ലിപ്പിംഗ് കോട്ട് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട, വിടാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഡെയിലി ഞാൻ പഠിക്കുമായിരുന്നു. ഡെയിലി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ നേരത്തെ എനിക്കും 5 o'clock ഞാൻ ക്ലാസ് പഠിക്കാൻ തുടങ്ങും. ഒരു 6:37 വരെ കണ്ടിന്യൂസ് മാമിന്റെ ക്ലാസ് കേൾക്കും. കാരണം ബാക്ക്വേർഡ് ആയ ക്ലാസ് ഒക്കെ ഞാൻ ഇരുന്ന് കേൾക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ വർക്കിനൊക്കെ പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന വീണ്ടും 5 o'clock ആകുമ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. പക്ഷെ ഞാൻ ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഡെയിലി മാമിന്റെ ക്ലാസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് കേട്ടിരുന്നു. പിന്നെ ആ ക്ലാസ് ഒന്നും കൂടി കേൾക്കും വൈകുന്നേരം. പിന്നെ ബാക്കി മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഫുൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ഓരോന്ന് വെച്ച് ഞാൻ ചെയ്യും. അറിയില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. അപ്പൊ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ പഠിച്ചത് വന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലായി. മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി എല്ലാ ദിവസവും ഞാൻ പഠിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2 weeks മാമും സാറും 6 hours അങ്ങനെ ക്ലാസ് എടുത്തു. ആ ടൈമിൽ ഞാൻ ലീവ് എടുത്തിട്ട് ആ അവേഴ്സ് ഫുള്ള് ഞാൻ കേട്ടിരുന്നു. ആ 6 hours ഒരൊറ്റ ദിവസം മിസ്സാക്കാതെ ഞാൻ എല്ലാ ദിവസവും കേട്ടു. ഡെയിലി അത് ഈവനിങ്ങിൽ ഞാൻ പഠിക്കുകയും ചെയ്തു. ഡെയിലി ആ സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് 11 വരെ ഞാൻ അത് ഡെയിലി സാറിന്റെ മാമിന്റെ ക്ലാസ് കേട്ടു. ബട്ട് ഒരു എക്സ്ട്രാ ബുക്കോ ഒരൊറ്റ പേപ്പറോ ഞാൻ പുറത്തുനിന്ന് തൊട്ടിട്ടില്ല. ഈ മോക്ക് ടെസ്റ്റ് മാമിന്റെ ലെക്ചർ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എക്സാമിന്. അപ്പം അത് ടാക്കിൾ ചെയ്യാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? ആക്ച്വലി അത് മെയിൻ പോയിന്റ് ആണ് മാമിന്റെയും സാറിന്റെയും. അവരങ്ങനെ പഠിപ്പിക്കുന്നത് ബേസിക്കലി. കാരണം എന്റെ എക്സാം ബേസിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ നമ്മളെല്ലാവരും കേട്ടതനുസരിച്ച് എന്റെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കുറച്ച് അധികം ഡിഫിക്കൽട്ട് ആയിരുന്നു. ബേസിക്കലി എല്ലാവർക്കും മാത്സ് പ്രോബ്ലം ഒക്കെ എനിക്ക് തോന്നുന്നു 15 ഒക്കെ വരാം. ഞാനപ്പോ ഗ്രൂപ്പിൽ അന്ന് തന്നെ പറഞ്ഞു, എക്സാം കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു, എനിക്ക് 30-35 ക്വസ്റ്റ്യൻസ് മാത്സ് തന്നെ വന്നു. കാൽക്കുലേഷൻസ് വന്നു. കാൽക്കുലേഷൻസിൽ ഭയങ്കര വീക്കായ ഒരാളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് 35 കാൽക്കുലേഷൻസ് വന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക്, കാരണം ലാസ്റ്റ് 10 ക്വസ്റ്റ്യനിൽ എനിക്ക് 5 കാൽക്കുലേഷൻ വന്നു. എനിക്ക് ആകെ 5 minutes 6 minutes ഉള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 5 കാൽക്കുലേഷൻ ഒക്കെ വന്നു. ഞാൻ കുറെ പേടിച്ചു. പക്ഷെ എന്നാലും മാം നമ്മളെ കൊണ്ട് ഡെയിലി കാൽക്കുലേഷൻ ചെയ്യിക്കുന്നുണ്ട്. മാം പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഡെയിലി ഒരു പ്രാവശ്യം കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിരുന്നു. പോണന്റെ തലേദിവസം മാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ കാൽക്കുലേഷനും ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ തന്നെ എനിക്ക് കുറെയൊക്കെ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ, പക്ഷെ നമുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു ആൻസർ അതിൽ കിട്ടുന്നുണ്ടായിരുന്നു എങ്ങനെ വന്നാലും. അതുകൊണ്ടാണ് കാൽക്കുലേഷൻസ്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് സ്ട്രെയിറ്റ് അല്ലായിരുന്നു. ഈ മോക്സില് കുറെ ക്വസ്റ്റ്യൻസ് വന്നെങ്കിലും കുറച്ച് എനിക്ക് വ്യത്യാസപ്പെട്ടാണ് വന്നത്. ആ വന്നതിൽ തന്നെ നമ്മളിപ്പോ മാം പറഞ്ഞു ഞാൻ പറയും, ഫസ്റ്റ് ഡേ തുടങ്ങി മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് നമുക്ക് പഠിക്കുന്നേക്കാൾ കൂടുതൽ ആ ഒരു തിയറിയാണ് മനസ്സിലായത്. ബേസിക് കൺസെപ്റ്റ്സ് ആണ് മനസ്സിലായത്. കാരണം നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ പഠിച്ചിട്ടില്ല കൺസെപ്റ്റ് ഒന്നും. മാം പറഞ്ഞു തന്നെ കൺസെപ്റ്റ് കേട്ടാ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. ലൈഫിലും നമുക്ക് ആ കൺസെപ്റ്റ്സ് അറിയാം. അപ്പൊ ആ കൺസെപ്റ്റ്സ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് ഓൾറെഡി പറയാലോ, മോക്സിനേക്കാളും കൂടുതൽ മാമിന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ ആലോചിച്ചത് എക്സാമിന് കൂടുതൽ. കാരണം മാം ഇങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നമ്മൾ മറക്കാതിരിക്കാനായിട്ട് കുറെ എക്സാമ്പിൾസ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മള് ജസ്റ്റ് എനിക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബാക്കിലേക്ക് പോയിരുന്നേ. മാം പറഞ്ഞിരുന്നു, ഓക്കെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു, ആ എക്സാമ്പിൾ ഇങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ബേസിക്കലി എക്സാം പാസ്സായത്. കൺസെപ്റ്റ് മാമിന്റെ സൂപ്പർ ആണ്. കാരണം അങ്ങനെ കൺസെപ്റ്റ് പഠിപ്പിച്ച ജീവിതത്തിൽ ആരും മറക്കില്ല. അതുപോലെ പഠിപ്പിക്കുന്നുണ്ട് അവര്. നമ്മൾ മറക്കത്തില്ല ഒരിക്കലും. ഭയങ്കര നമുക്കങ്ങ് ഇങ്ങനെ ഫീഡ് ആവും ബ്രെയിനിലങ്ങ്. നമ്മൾ എത്ര വർഷം കഴിഞ്ഞ് ചോദിച്ചാലും നമുക്ക് ആ സാധനം ഓർമ്മയുണ്ടാവും. അതാ ഞാൻ പറഞ്ഞേ, ജസ്റ്റ് നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഇതൊന്നും പഠിച്ചില്ല. ജസ്റ്റ് സൈഡ് എഫക്ട് എന്താണോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു സൈഡ് എഫക്ട് പഠിക്കുന്നു. അത് പക്ഷെ നമുക്ക് എക്സാമിന് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. ബട്ട് മാമും സാറും പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ സൈഡ് എഫക്റ്റ് ആണ് ഇതിന് വരുന്നത്. അവരുടെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആ റീസൺസ് ഒക്കെ നല്ല നമ്മൾ കാണാപ്പാടായിരിക്കും നമുക്ക് മാമും സാറും പറഞ്ഞു തരുമ്പോ. ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാപ്പാടാണ്. നെക്സ്റ്റ് ടൈം നമ്മളിത് ഒന്നും കൂടി കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് നോക്കാനേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ടൈം തുടങ്ങി നമ്മളിത് ഫുള്ള് ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക്. എനിക്കിതുപോലെ മാം പറഞ്ഞു തരുന്ന കൺസെപ്റ്റ് ചിലപ്പോൾ മനസ്സിലാവായ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാ ഡ്യൂട്ടിക്ക് പോവാ. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാട്ടിന് പകരം ഇതിടും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇത് കേൾക്കാലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഓക്കെ ഇതാണ് പറഞ്ഞത് എന്നും കൂടി മനസ്സിൽ തിങ്ക് ചെയ്ത പക്കയാണ്. ഞാൻ ആക്ച്വലി 2 times ലെക്ചർ എല്ലാം കേട്ടിട്ടുള്ളൂ. ആ 2 times ഈ കൺസെപ്റ്റ് ഒക്കെ ഫുൾ നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു കാൻഡിഡേറ്റ് റെഫർ ചെയ്യും? 110%. അതിലും കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഉള്ള പറയാം. ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല, 1 month കൊണ്ട് ഇത്ര കാലത്തിന് ശേഷം ഞാൻ ഒരു ബുക്ക് തുറന്നത് ആ ഒരു ഫസ്റ്റ് ജോയിനിങ് ഡേറ്റിലാണ് ഞാൻ ആ ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്.
കാരണം അതിനു മുമ്പ് ഞാൻ ഒരു അക്ഷരം പോലും വായിക്കുക, ഒരു ബുക്ക് ഒന്നും, പക്ഷെ കുറെ സ്ഥലത്ത് അന്വേഷിച്ചിരുന്നു. അപ്പൊ എല്ലാവരും ഒരുപാട് കാശ് പറഞ്ഞു. ക്ലാസ്സിന് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് എല്ലായിടത്തും ഞാൻ അന്വേഷിക്കുമ്പോൾ. ബേസിക്കലി എല്ലാവരും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ നോക്കുമ്പോൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ബുക്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തലകറക്കാണ്. ഇതൊക്കെ എങ്ങനെ പഠിക്കും? വലിയ വലിയ ബുക്ക്, പിന്നെ അതിന്റെ കൂടെ ലിപ്പിംഗ് കോട്ട് പഠിക്കണം, ആ കോഴ്സ് പഠിക്കണം, ഇതൊന്നുമില്ല. പക്ഷെ സാറിന്റെ മാമിന്റെയും ലെക്ചർ 100% നമ്മൾ പഠിക്കുക, പിന്നെ കോൺസെപ്റ്റ് നന്നായി സാറ് പറയുന്നതും മാം പറയുന്നതും മനസ്സിലാക്കാം, മോക്സ് ചെയ്യാം, ഷുവർ ആയിട്ട് വി വിൽ പാസ്. അതുകൊണ്ട് തന്നെ ഈ 1 മന്തിനുള്ളിൽ ഇത്ര പെട്ടെന്ന് പാസ്സാകുമ്പോൾ അവർ കൊണ്ട് മാത്രമാണ് എനിക്ക്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുള്ളോ ഇനിയുള്ള ക്യാപ്സ് ആസ്പിറൻസിനോട്? ആക്ച്വലി പഠിക്കുമ്പോൾ നമ്മൾ 100% ഇട്ട് പഠിക്കണം. നമ്മുടെ എന്നാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇവർ പറയുന്നത് ചെയ്താൽ മതി. നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ എല്ലാവരും കുറെ പഠിക്കുന്നുണ്ടല്ലോ വെച്ച് നമ്മൾ കുറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെന്ത് പറയുന്നോ അത് കേൾക്കാം. മാമും സാറും പറയണത് കേൾക്കാം. അവരുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ. എനിക്കിപ്പോ സ്റ്റാർട്ടിങ്ങിലൊന്നും ലെക്ചർ ഫോളോ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ എഴുതണമെന്ന് വിചാരിച്ച ഒരാളല്ല. പിന്നെ ഇവരുടെ കോച്ചിങ് കാരണം എഴുതിയതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയാൽ വളരെ ഈസി ആയിരിക്കും നമുക്ക്. എനിക്ക് കുറച്ചും കൂടി ഹാർഡ് ടൈം ഉണ്ടായത് ആ ഒരു 1 മന്തിൽ നമുക്ക് ഇതെല്ലാം മോക്കപ്പ് ചെയ്യണമെന്നുകൊണ്ടാണ്. ബട്ട് അവര് പറയുന്നത് 3 മന്ത്സിൽ ഫുൾ കണ്ടിന്യൂ കോംപ്രമൈസ് ആയിട്ട് കേട്ടാൽ നമുക്ക് ഒന്നും ടെൻഷൻ വേണ്ട. നമ്മൾ ഉറപ്പായിട്ടും പാസ്സാവും. നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി. വേറെ ഒരു ബുക്കും തുറക്കണ്ട. എക്സാമിന്റെ തലേദിവസമായപ്പോ എല്ലാവരും അത് ഇത് നോക്കാൻ കുറെ പേപ്പേഴ്സ് ഒക്കെ വന്നു എന്റെ കയ്യിൽ. ഞാൻ ആദ്യം ആ പേപ്പറൊക്കെ നോക്കിയപ്പോൾ ഇതിന്റെ ആൻസർ തന്നെ എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ആ പേപ്പറെല്ലാം ഞാൻ അടച്ചു വെച്ചു. മാമും സാറും ലാസ്റ്റ് ഒരു 2 വീക്സ് ആവുന്നുണ്ട്, 1 വീക്ക് കുറെ ക്ലാസ്സുകൾ എടുത്തിരുന്നു നമുക്ക്, മറ്റേ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തലേ ദിവസം ഇരുന്ന് വായിച്ചത്. വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ടെൻഷൻ അടിച്ചില്ല. ആ ടെൻഷനൊക്കെ അവിടെ അവസാനിപ്പിച്ചു. ഞാൻ ആ ബുക്സ് എടുത്തു, വായിച്ചു, അടച്ചു വെച്ചു, എക്സാമിന് പോയി. അതുപോലെ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും പാസ്സാവും. ഭയങ്കര ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിരുന്നു ശരിക്കും. കറക്റ്റ്. നമ്മൾ പഠിച്ചാൽ നമുക്ക് പാസ്സാവാം. അത് അവര് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, മാമും സാറും. ആ ഹെൽപ്പിംഗ് നമ്മളത് ഫോളോ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പാസ്സാവാം. ഇത്ര മന്ത് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ 1 മന്തിൽ പാസ്സായെന്ന് വെച്ചാൽ എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. ഞാൻ 1 മന്തിൽ ഈ വർക്ക് ചെയ്ത് കുട്ടീനെ നോക്കി പാസ്സായെന്ന് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. കാരണം കുഞ്ഞും പിന്നെ പഠിത്തവും പിന്നെ ജോലിയും എല്ലാം കൂടെ ലിബിത ഇത് മാനേജ് ചെയ്തത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് ശരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് മാമും സാറും മാത്രം. അതുകൊണ്ടാണ് ഞാൻ അവരെ അത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവരുടെ പഠിപ്പിക്കൽ അങ്ങനെയാണ്. നമുക്ക് അവരുടെ കൺസെപ്റ്റ് നമ്മൾ മറക്കുന്നില്ല. എക്സാമിനായാലും ഇപ്പൊ നമ്മൾ കാണാപ്പാഠം പഠിച്ചില്ല പോകുന്നത്, നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ച് പിന്നെ അവരുടെ മോക്സ് ചെയ്താ പോകുന്നത്. അപ്പൊ നമുക്ക് അവർ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പോർഷനാണ്, ഒന്നും അറിയാത്തൊരു പോർഷനാണ്. ബട്ട് ഇത്രയധികം കാൽക്കുലേഷൻ വന്നിട്ടും ഞാൻ ചെയ്തത് എക്സാം ഫുൾ എഴുതാനും പറ്റി, എനിക്ക് പാസ്സാവാനും പറ്റി. അപ്പോ ഷുവർ ആയിട്ടും അവരുടെ അണ്ടറിൽ പഠിക്കുന്ന എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. അപ്പൊ താങ്ക് യു ലിബിത ഇന്റർവ്യൂ തന്നതിന്. പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. PTO ഒക്കെ എഴുതാൻ പറ്റട്ടെ. EU ഒക്കെ ലോഞ്ച് ചെയ്ത വിസയൊക്കെ കറക്റ്റ് ആയിട്ട് വരട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.